ചായ ഇട്. ചായ എന്താ കൈ വെച്ച് കഥകളി കാണിക്കുന്നു? ചായ താമ്മേ. ഇല്ലായിരിക്കും. ചായ ഉണ്ടോ? ആ ശരി, ഞാൻ പുറത്തേക്ക് കഴിച്ചോളാം. അതുല അവിടെ നിന്നേ, ഇവിടെ വന്നിരുന്നേ. ഇരിക്ക്. എന്താ ഇരുന്നില്ലേ ഇത്ര നേരം? നമ്മുടെ വീട്ടിലെ മാല കാണാതായി. അത് നിനക്ക് വല്ല മനസ്സറിവുണ്ടോ? എനിക്കങ്ങനെ അറിയാം. മാല പോയെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. നമ്മുടെ വീട്ടിൽ ജോലിക്കുന്ന ചേച്ചിയല്ലേ? അല്ല, നിനക്ക് വല്ല മനസ്സറിവുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്കെന്താ അറിവ്? അമ്മ പറഞ്ഞോ അറിവല്ലേ എനിക്കുള്ളൂ. അല്ലാതെ നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഒരു അറിവില്ല നിനക്ക്? മനസ്സറിവില്ല? ഇനി ഞാൻ എടുത്തതായിരിക്കും. സംഭവം ശരിയാ, ജോലിയും കൂലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് ആ മാല എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വേലക്കാരി ഒന്നും എടുത്തില്ല, നീ തന്നെ എടുത്തേ. ഞാൻ അറിഞ്ഞു. എനിക്ക് എല്ലാവിധ തെളിവും എൻ്റെ കയ്യിലുണ്ട് നീ എടുത്തേന്ന്. പണ്ട് തൊട്ടേ ഇങ്ങനെയാണല്ലോ. ആദ്യമേ തുടങ്ങി നിൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനില്ലാതെ, അച്ഛൻ മരിച്ചു പോയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തന്ന. ഓരോ വീട് കയറി ഇറങ്ങി ഓരോ വീട്ടിൽ നിന്നും ക്ലെയിം എടുത്ത് LIC ഏജൻ്റായിട്ട് നടന്ന് ക്ലെയിം എടുപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ തുക കൊണ്ടാണ് ഞാൻ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് വളർത്തിയത്. എന്നിട്ട് നീ ഒരു ജോലിക്കും പോണില്ല, പിന്നെ കളവും തുടങ്ങിയോ? ഞാനിപ്പോൾ സമ്മതിക്കണമായിരിക്കും. നീ തന്നെ എടുത്തേ. ഞാൻ എടുത്തിട്ടില്ല. നീ തന്നെ എടുത്തു. ഒരു പാവം വീട്ടു ജോലിക്കാരിനെ കുറ്റം പറഞ്ഞു. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഞാൻ നടന്ന ആ നേരത്ത് എനിക്കൊരു കൈസഹായം കിട്ടിയത് ആ ചേച്ചിയാണ്. ആ ചേച്ചിനെ നീ കള്ളിയാക്കി. ഞാൻ എടുത്തിട്ടില്ല. നീ തന്നെ എടുത്തു. എനിക്കത് എടുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് തന്നെ, നീ ഒരു ജോലിക്കും പോകാതെ നിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ജോലിക്ക് പോകാത്ത എന്താ കാരണം ജോലിക്ക് പോകാതെ? ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. എടാ, ഞാൻ എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയേ. കഷ്ടപ്പാടിന്റെ കാര്യമൊന്നും പറയാൻ. കഷ്ടപ്പാട് എന്താ? അമ്മയുടെ കഷ്ടപ്പാടിന് ഒരു വിലയില്ലേ? ഒരു ഭർത്താവില്ലാതെ ഒരു മകനെ ഒരു സ്ത്രീ തന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലേ? നീ ചോദിക്കുമ്പോൾ നിനക്ക് പൈസ തന്നെ ഉണ്ട്, നിൻ്റെ പഠന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നിനക്ക് ഒരു ജോലിക്ക് പോയാൽ നീ കളവും തുടങ്ങിയോ? ഞാൻ എടുത്തിട്ടില്ല. നീ തന്നെ എടുത്തു. എല്ലാ തെളിവും എനിക്കുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എടുത്ത കാര്യം എടുത്തു എന്ന് പറയാം. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ നിന്നെ വളർത്തിയത്. നിനക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? നീ പറ. ഞാൻ എടുത്തിട്ടില്ല. ഭർത്താവില്ലാത്തൊരു സ്ത്രീ സമൂഹത്തിന് മുമ്പിൽ, ഭർത്താവില്ലാത്തൊരു മോൻ എങ്ങനെയാ ജീവിക്കുന്നത് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഭർത്താവില്ലാത്ത മോൻ നിന്നെ തന്തയുടെ ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ നോക്കിയില്ലേ? ഞാൻ നിനക്ക് അപ്പനും അമ്മയല്ലേ ആയിരുന്നേ? എന്നിട്ടാണോ ഇപ്പൊ ഞാൻ മോഷ്ടിച്ചെന്ന് പറയുന്നത്? നീ മോഷ്ടിച്ചിട്ടല്ലേ മോഷ്ടിച്ചെന്ന് പറഞ്ഞേ? സ്വന്തം അമ്മയുടെ അല്ലേ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലേ? എന്നാലും അത് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തന്നെ ഉണ്ടല്ലേ, പിന്നെ എന്തിനാ മോഷ്ടിക്കണേ? ചോദിച്ചു നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ആവശ്യത്തിന് തരും, അനാവശ്യത്തിന് തരില്ല. അമ്മ അമ്മയുടെ കാര്യം നോക്കും. പിന്നെ ഞാൻ നിന്റെ കാര്യം കൂടി നോക്കണ്ടേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? എനിക്ക് ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എനിക്കല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇത് ഭ്രാന്ത് പിടിച്ച് ഞാൻ ഇരിക്കുക. ഒരു ഭ്രാന്തം പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെങ്കിൽ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും എനിക്ക് അർഹതയുണ്ട്. ഞാൻ എടുത്തപ്പോ എന്താ? എടുത്തെങ്കിൽ എടുത്തെന്ന് പറയണം. ഞാൻ എടുത്ത് എന്താ? അങ്ങനെയാണോ ചെയ്യണ്ടേ? കളവ് ചെയ്യണം. എനിക്ക് എടുത്തൂടെ? കളവ് ചെയ്യാൻ പാടില്ല. എനിക്ക് ചോദിക്കുമ്പോ തരണമായിരുന്നു കാശ്. അനാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ എത്ര വട്ടം ചോദിച്ചു, എത്ര തവണ ഞാൻ ചോദിച്ചു. ഞാൻ കെഞ്ചിയില്ലേ, കാല് പിടിച്ചില്ലേ? എന്തിനാ കാശ്? നിനക്ക് എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. എന്ത് ആവശ്യം? അതിപ്പോ പല ആവശ്യങ്ങളാണോയിരിക്കും. അതിപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ ആവശ്യങ്ങളാണോ? വയസ്സായി, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ? ഞാൻ ജോലി എനിക്ക് കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റും. ജോലി അന്വേഷിക്കണം. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ ഒരുപാട് പ്ലാനിങ് ഉണ്ട്. എനിക്ക് സാധാരണ ആൾക്കാർ കോമൺ മാൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള വിഷയം ഉണ്ട്. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. പ്രായപൂർത്തിയായ ഒരു മകൻ അറിയിച്ചു വരുമ്പോൾ ഏതൊരു അമ്മയെ ആഗ്രഹിക്കുന്നതാ എനിക്കൊരു സഹായത്തിനൊരു മോനുണ്ടല്ലോ.
ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത്. ഒരു പാവത്തിനെ കള്ളി എന്ന പേരുത്തി പുറത്താക്കി. ഇപ്പോൾ നീ കള്ളനായി. ഇനി സമൂഹത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കി? അച്ഛൻ എങ്ങനെയാ മരിച്ചെന്നൊക്കെ എനിക്കറിയാം. സംസാരിക്കണ്ട, നീ അമ്മേനെ അളക്കാറായി. സമൂഹം എന്നെ ഉറ്റുനോക്കി കുറ്റപ്പെടുത്തുന്നത് പോലെ എൻ്റെ മകനും എൻ്റെ നേരെ കൈ ചൂണ്ടി തുടങ്ങി. എന്റെ തന്ത നിങ്ങൾ കൊന്നതല്ലേ? എങ്ങനെ? നീ അനാവശ്യം പറയും. അതിലേ അതിര് വിട്ടുപോകുന്നു, അതിര് വിട്ടുപോകുന്നു നിന്റെ സംസാരം. എല്ലാവർക്കും അറിയാം. അച്ഛൻ മരിച്ചു പോയതിന്റെ പിന്നാലെ എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ച നിന്നെ വളർത്തി. കഷ്ടപ്പാടിന്റെ ഒന്നും പറയാം. നിങ്ങൾക്ക് എന്താ ഇത് 10 വയസ്സേക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തണ്ടണ്ടേ? ഒരു തന്ത ഉണ്ടായിരുന്നു, എനിക്ക് ഗതി ഉണ്ടായിരുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു മകൻ ഒരു ജോലിക്ക് ശ്രമിക്കണം. ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കും? ഞാൻ എന്റെ കാലം കഴിഞ്ഞ നീ എങ്ങനെ ജീവിക്കും? നിനക്ക് ആര് പൈസ തരും? എനിക്ക് അതിൻ്റെതായിട്ടുള്ള എനിക്ക് ഓരോ ഐഡിയാസ് ഉണ്ട്. ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ ജീവിക്കും. എനിക്ക് ഓരോ ബിസിനസ് പ്ലാൻ ഉണ്ട്. ഞാനിപ്പം നിൽക്കുന്നത് ഇപ്പം സാധാരണ ഒരാൾ പോയി ഡെയിലി 500 ശമ്പളം മേടിക്കുന്ന ജോലിക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. അതെന്താ? കുറെ നാൾ കൊണ്ട് ഞാനിത് കേൾക്കുന്നുണ്ട്. കുറെ നാൾ കൊണ്ട് തന്ത പോയ അന്ന് തൊട്ട് തന്ത ഇല്ലാത്തവരെന്ന വിളിയും നിങ്ങളുടെ വായിരിക്കുന്നത് മൊത്തവും ഞാൻ കേട്ടിട്ടുണ്ട്. 10 രൂപയ്ക്ക് ഞാൻ വന്ന് തെണ്ടിയിട്ടുണ്ട്. തന്നിട്ടില്ല പല വട്ടങ്ങളിലും. അറിയാവോ? സത്യത്തിൽ നിങ്ങളൊരു അമ്മയാണോ? ആണോ? ആണെങ്കിൽ സ്വന്തം മോനോട് ഇങ്ങനെ ചോദ്യം ചോദിക്കൂ. മാല മോൻ കട്ടെങ്കിലേ അത് തള്ളയുടെ പിടിപ്പീട് കൊണ്ടാ. മനസ്സിലായോ? തന്തയില്ല എന്നുള്ള കേട്ട് മടുത്ത് വീട്ടിൽ വന്നാൽ ഇവിടെ സമാധാനമില്ല. അന്നേ അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നു നിങ്ങൾക്ക്. ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്നത്? വേറെ ആരും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. അതിനും കണക്ക്. ജനിച്ച നാളെ തൊട്ട് ഞാനിത് കേൾക്കുക. ജനിച്ച നാളെ തൊട്ട് കുടുംബക്കാരെ പുച്ഛം, നാട്ടുകാരെ പുച്ഛം, വീട്ടുകാരെ പുച്ഛം. ഞാൻ എവിടെ പോണം? നിങ്ങൾ പറ. ഞാൻ ആരുടെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ മൂക്കം മൂത്തിയിരുന്നാൽ മതിയല്ലോ. അനുഭവിക്കുന്നത് ഞാനല്ലേ. നിങ്ങൾ താങ്കൾ വല്ലതും പറയുന്നുണ്ടോ? എന്നെയാ വിളിക്കുന്നത്, ഞാനാ അനുഭവിക്കുന്നത്. സത്യം പറഞ്ഞ എനിക്ക് വയ്യ. പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് വിഷം തന്നെ എന്നെ കൊല്ല്. മോനെ അങ്ങനെയൊന്നും പറയല്ലേ. ഇഞ്ചിഞ്ചായിട്ട് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ നിങ്ങൾ ജീവിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഓർമ്മ വെച്ച നാളെ തൊട്ട് തന്തയില്ലാത്തവനെന്നുള്ള പേര് കേട്ട് ഞാൻ മടുത്ത്. നാട്ടുകാരുടെ വീട്ടുകാരുടെ എല്ലാം മുമ്പിൽ ഞാൻ ഒന്നുമല്ലാത്തവരായി മാറി. എന്നിട്ട് നിങ്ങളുടെ വായിരിക്കുന്നതും കൂടെ ഞാൻ കേൾക്കണമല്ലേ? ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാ അമ്മേ നിങ്ങൾ എന്നെ വളർത്തി ഇവിടം വരെ ആക്കിയത്? നീ നല്ല നിലയിലെത്തണമെന്ന് വിചാരിച്ചിട്ടല്ലേ മോനെ? ഇതാണോ നല്ല നില? ഇതാണോ നല്ല നില? മോനെ കള്ളനാക്കുന്നതാണോ നല്ല നില? മോൻ പരിശ്രമിച്ചാൽ എല്ലാം നല്ലതാകും. നിനക്കെല്ലാം കിട്ടും. അമ്മ ഓരോ വീടും കയറി ഇറങ്ങി ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് ഓരോ ക്ലെയിം എടുപ്പിച്ചാണ്. അതിൻ്റെ നിശ്ചിത ലാഭം കൊണ്ടാണ് മോനെ ഞാൻ പഠിപ്പിച്ചത്. അച്ഛൻ എങ്ങനെ മരിച്ചതെന്ന് നിനക്കറിയില്ലേ? നീ എന്താ മറ്റുള്ളവർ പറയും പോലെ തന്നെ നീ എന്നോടും പറയണേ. അച്ഛൻ ഇലക്ട്രിസിറ്റിയിൽ ജോലിയുള്ളപ്പോൾ അവിടെ ആക്സിഡൻറ്റ് പറ്റി മരിച്ചതല്ലേ? അതിനുശേഷം മോനെ നിന്നോട് ഞാൻ എത്ര കഷ്ടപ്പെട്ട മോനെ നിന്നെ വളർത്തിയേ. നിന്നെ നല്ല മകനാക്കാൻ കരുതിയല്ലേ നിനക്ക് ഒരു കുറവില്ലാതെ വളർത്തിയത്. ചിലർ നീ പറയുന്ന പോലെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അച്ഛൻ ആരാന്നറിയാത്ത മകൻ എന്ന് പറഞ്ഞു. നിനക്കറിയാലോ, ഓരോ വീടും കയറി ഇറങ്ങി ഓരോരുത്തരുടെയും കളിയാക്കൽ കേട്ട് നിന്നെ വളർത്താൻ, നിൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു. ഞാൻ നാണം കെട്ടാൻ വേണ്ടിയില്ല എൻ്റെ മകനെ ഒരു കുറവ് വരുത്തരുതെന്ന് വിചാരിച്ച മോനെ ഞാൻ നിന്നെ വളർത്തിയത്. നീ എന്നോട് ഇങ്ങനെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്കൊരു ജോലി കണ്ടെത്തി നീ എനിക്കൊരു സഹായിയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കൊരു തണലാവുമെന്ന് വിചാരിച്ചു. എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ പെരുമാറല്ലേ. നീ കളവ് തുടങ്ങിയല്ലോ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കാണണ്ട, ഞാനിത് കുറെ കണ്ടതാ. നിങ്ങൾക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതി. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതി. നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ കള്ളനാക്കിയത് അല്ലേ? നീ കളവ് ചെയ്തിട്ടല്ലേ മകനെ നിന്നോട് കളവ്? എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ? ഞാൻ ആരുടെ ചോദിക്കും? നീ എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. നീ എന്തിനാ എത്ര തവണ നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ ചോദിച്ചത്? ആവശ്യത്തിന് അമ്മ കാശ് തരാറില്ലേ മോനെ?
എന്റെ ആവശ്യത്തിന് കാശ് തന്നിട്ടില്ല. കാശ് തന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നിന്റെ കൂട്ടുകാരൊത്ത് കളിക്കാൻ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചായ കുടിക്കാൻ പോണേ അതിനും അമ്മ പൈസ തന്നിട്ടില്ല മോനെ. ചായ കുടിക്കാൻ, പിച്ച എടുക്കാൻ, ഇപ്പൊ ചായ ഇല്ലാത്തതിനാണല്ലോ ഞാൻ ഇപ്പോൾ പിടിക്കേണ്ടി വരുന്നത്. ചായ കുടിക്കാൻ വേണ്ടി കാശ് ചോദിക്കണം അല്ലേ? അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ആവശ്യങ്ങളുണ്ട്. എനിക്കൊരു അച്ഛനുണ്ടായിരുന്ന ഗതിയൊന്നും വരത്തില്ലായിരുന്നു. അച്ഛനെ ഞാൻ കൊന്നതല്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനിടയ്ക്ക് ആക്സിഡന്റ് പറ്റിയതല്ലോ. നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ വാക്ക് നീ കേൾക്കണ എന്തിനാ? നിനക്കറിയാലോ വീട്ടിലെ കാര്യങ്ങള്. എന്റെ ഓരോ സ്റ്റെപ്പുകളും ഓരോ കാര്യങ്ങളും നടത്തുമ്പോഴും മോനോട് പറഞ്ഞിട്ടല്ലേ അമ്മ ചെയ്യണേ. പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയെ? ഞാൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വന്തം കണ്ണീരും കരച്ചിലും ഒക്കെ ഇങ്ങനെ 100 തവണ പറയാറുണ്ട് വരുന്നവരും പോകുന്നവരുടെ മുമ്പിൽ. ഞാൻ അനുഭവിക്കുന്ന വിഷമം എപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ ഭാഗത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും മനസ്സിലായി. നീ അങ്ങനെയൊന്നും പറയല്ലേ. അമ്മയ്ക്ക് സഹിക്കില്ല. അമ്മ അത്രയ്ക്ക് വിഷമിച്ചു പോവാണ്. എന്റെ മോൻ അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ മോനെ പോട്ടെ പോട്ടെ. അമ്മയ്ക്കൊന്നും മോൻ തന്നെ. ഇനി തെറ്റ് ചെയ്യാതിരുന്നു. പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ മോൻ, അമ്മയുടെ മോൻ ഇന്ന് അമ്മയുടെ മോൻ തന്നെയാ കേട്ടോ. ശരി.